ഇപ്പോൾ മറ്റൊരു പുതിയ അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എന്ന അവകാശവാദവുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അബ്ദാലി വെപ്പൺ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക പരിശീലനമായ എക്സസൈസ് ഇൻഡസിന്റെ ഭാഗമാണ് ഇത്. പാകിസ്ഥാന്റെ ആണവശേഷിയുള്ള മിസൈലുകൾ കൈകാര്യം ചെയ്യുന്ന ആർമി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിലാണ് ഈ പരീക്ഷണം നടത്തിയത്. സോൺമിയാനി റേഞ്ചസിലാണ് ഈ പരീക്ഷണം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ ഇതുപോലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ നേരത്തെ തന്നെ NIA പറഞ്ഞിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ തുടർച്ചയായി നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇന്നുവരെ ഇവർ ഒരു മിസൈലും പരീക്ഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യയുടെ സൈനിക പ്രതികാരം ഭയന്ന് പാകിസ്ഥാൻ അറേബ്യൻ കടലിൽ നാവികാഭ്യാസം ശക്തമാക്കുകയും LOCയിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുകയും ചെയ്തു. അതേസമയം തന്നെ പാകിസ്ഥാൻ വ്യോമസേന ഒരേ സമയം 3 അഭ്യാസങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ F-16, J-10, JF-17 എന്നിവ ഉൾപ്പെടെ എല്ലാ പ്രധാന യുദ്ധ വിമാനങ്ങളും ഉൾപ്പെടുന്നുമുണ്ട്. അതേപോലെ അതിർത്തിയിൽ വ്യോമ പ്രതിരോധ പീരങ്കി യൂണിറ്റുകളും വിന്യസിച്ചിട്ടുമുണ്ട്. രാജസ്ഥാനിലെ ബാർമറിലെ ലോങ്കേവാല സെക്ടറിന് സമീപം അത്യാധുനിക റഡാർ സംവിധാനങ്ങളും പാകിസ്ഥാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ $131 മില്യൺ സൈനിക വിൽപ്പനയ്ക്ക് തയ്യാറാകുകയാണ്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇന്ത്യക്ക് $131 മില്യൺ വിദേശ സൈനിക വിൽപ്പനയ്ക്ക് അമേരിക്ക ഇപ്പോൾ അംഗീകാരം നൽകി കഴിഞ്ഞു. പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ബുധനാഴ്ച പ്രഖ്യാപിച്ച ഈ കരാറിൽ ഇന്ത്യയുടെ സമുദ്ര മേഖലയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി വിപുലമായ സിവിഷൻ സോഫ്റ്റ്വെയർ പരിശീലനം, പിന്തുണ സേവനങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ത്യയുടെ സുഖോയ് 30 MK യുദ്ധ വിമാനത്തെ പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സുഖോയ് 30 MK യുദ്ധ വിമാനം പാകിസ്ഥാൻ ഒരു വെല്ലുവിളി ഉയർത്തുന്നത്? റഷ്യയും നമ്മുടെ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് ഈ സുഖോയ് 30 MKI. 2002 ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച ഈ വിമാനം റഷ്യൻ എയർഫ്രെയിം മികവും ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആവശ്യകതകളും ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഏവിയോണിക്സും സംയോജിപ്പിക്കുന്ന ഒരു സുപ്രധാന സാങ്കേതിക നേട്ടമാണ്. പാകിസ്ഥാന്റെ ശേഖരത്തിലുള്ള മിക്ക പോരാളികളെയും കവച്ചു വെക്കുന്ന മികച്ച പ്രകടന സവിശേഷതകളാണ് സുഖോയ് 30 MKIക്കുള്ളത്. മണിക്കൂറിൽ 2120 കിലോമീറ്റർ വേഗതയിൽ മികച്ച അതിവേഗ പ്രകടനമാണ് ഈ വിമാനം കാഴ്ചവെക്കുന്നത്. ഈ F-16 വേഗത എന്ന് പറയുന്നത് മാക് 2.0 ആണ്. എന്നാൽ സുഖോയ് 30 MKIയുടെ വേഗത എന്ന് പറയുന്നത് മാക് 1.7 ആണ്. കുറച്ചു കുറവാണ്. എങ്കിലും സുഖോയ് 30 MKI യഥാർത്ഥത്തിൽ മികവ് പുലർത്തുന്നത് അതിന്റെ പോരാട്ട ശ്രേണിയിലാണ്. അതേപോലെ പ്രവർത്തന പരിധിയുടെ കാര്യത്തിൽ സുഖോയ് 30 MKIയുടെ ഏകദേശം 1500 കിലോമീറ്റർ പോരാട്ട പരിധിയാണുള്ളത്. JF-17 ആവട്ടെ 1200 കിലോമീറ്റർ ആണ്. അതായത് JF-17 കൂടുതൽ പോരാട്ട പരിധിയുള്ളത് സുഖോയ് 30 MKIക്കാണ്. ഇത് ഇന്ത്യൻ പൈലറ്റുമാർക്ക് ദൗത്യങ്ങളിൽ കൂടുതൽ പ്രവർത്തന വഴക്കവും സഹിഷ്ണുതയും നൽകുന്നു. യുദ്ധതന്ത്രങ്ങൾക്കും സുരക്ഷിതമായ തിരിച്ചുവരവിനും ആവശ്യമായ ഇന്ധന ശേഖരം നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ പ്രദേശത്തേക്ക് ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ നടത്താൻ ഈ വിപുലീകൃത ശ്രേണി വിമാനത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ആയുധ സംവിധാനങ്ങളും പേലോഡുകളും നോക്കുകയാണെങ്കിൽ സുഖോയ് 30 MKIയുടെ ആക്രമണ ശേഷികൾ ഒരേപോലെ ശ്രദ്ധേയമാണ്. 150 റൗണ്ടുകളുള്ള ഒരു ബിൽറ്റ്-ഇൻ സിംഗിൾ ബാരൽ 30mm GSH-301 തോക്ക് ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയും. കൂടാതെ 6 എയർ ടു എയർ മിസൈലുകൾ, 6 ഗൈഡഡ് എയർ ടു സർഫേസ് മിസൈലുകൾ, 6 ലേസർ ഗൈഡഡ് ബോംബുകൾ, 8500 കിലോഗ്രാം ക്ലസ്റ്റർ ബോംബുകൾ, 80 അൺഗൈഡഡ് റോക്കറ്റുകൾ എന്നിവ ഇതിൽ സജ്ജീകരിക്കാൻ സാധിക്കും. ഇതിന്റെ മൊത്തം പേലോഡ് ശേഷി എന്ന് പറയുന്നത് 8000 കിലോഗ്രാം വരെ എത്തുന്നു. ഇത് വൈവിധ്യമാർന്നതും മാരകവുമായ ആയുധ പാക്കേജ് വഹിക്കാൻ ഇതിന് സാധിക്കും. നൂതന ആയുധ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സുഖോയ് 30 MKIയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ കാര്യം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ സംയോജനമാണ്. ഇത് 300 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുള്ള കര ലക്ഷ്യങ്ങൾക്കെതിരെ സ്റ്റാൻഡ് ഓഫ് ആക്രമണ ശേഷിയാണ് ഇന്ത്യക്ക് നൽകുന്നത്. ഈ സുഖോയ് 30 MKI പാകിസ്ഥാൻ വ്യോമ പ്രതിരോധത്തിന്റെ ഫലപ്രദമായ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനിലുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സഹായകമാവും. ഈ സ്ഥാനത്ത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ തന്ത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന F-16 ആണ്.
കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച JF-17 തണ്ടറും ഇവരുടെ കൂട്ടത്തിലുണ്ട്. എങ്കിലും ഇന്ത്യയുടെ സുഖോയ് 30 MKയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും കാര്യമായ പരിമിതികൾ നേരിടുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാൻ ഈ F-16 യുദ്ധവിമാനത്തിന്റെ പല വേരിയന്റും ഉപയോഗിക്കുന്നുണ്ട്. അതായത് A, B, C, D തുടങ്ങിയ വേരിയന്റുകൾ. ഇതിന്റെ ഒരു കൂട്ടം തന്നെ ഇവരുടെ വ്യോമസേനയിൽ ഇപ്പോൾ ഉണ്ട്. 2019 ബാലാകോട്ട് ഏറ്റുമുട്ടലിൽ ഫലപ്രാപ്തി പ്രകടിപ്പിച്ച AIM-120C5 AMR-AAM പോലുള്ള നൂതന മിസൈലുകൾ ഈ വിമാനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാൽ F-16 ഇത്രയധികം വേരിയന്റുകൾ പാകിസ്ഥാൻ വ്യോമസേനയിൽ ഉണ്ടെങ്കിലും ഇവ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ കഴിവെന്ന് പറയുന്നത് വളരെയധികം പരിമിതമാണ്. കാരണം അമേരിക്ക ഏർപ്പെടുത്തിയ കർശനമായ ഉപയോഗ നിയന്ത്രണങ്ങളാണ് പാകിസ്ഥാനെ ഈ വിമാനത്തിന്റെ വേരിയന്റുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ F-16 വിമാനങ്ങൾ ഭീകരക്കെതിരെയും ആഭ്യന്തര പ്രതിരോധത്തിനുമായി മാത്രമേ വിന്യസിക്കാൻ കഴിയൂ. അതായത് പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കെതിരായ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ഈ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് F-16 ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഇതേപോലെ തന്നെ ഈ വിമാനം ഉപയോഗിക്കുമ്പോൾ ഇനിയും ധാരാളം നിയന്ത്രണങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാന് പുറത്തെ ഈ വിമാനം വിന്യസിക്കുമ്പോൾ അതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതിന് അമേരിക്കയുടെ അംഗീകാരം നേടണം. അതുപോലെ തന്നെ നൂതന AMR-AAM മിസൈലുകൾ ഇതിൽ സംയോജിപ്പിക്കുന്നതിനും അമേരിക്കയുടെ അംഗീകാരം വേണം. അതേപോലെ തന്നെ കർശനമായ ബേസിംഗ് പരിമിതികളും അമേരിക്ക ഈ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ F-16 ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ JF-17 തണ്ടറിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. പാകിസ്ഥാൻ ചൈനയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്താണ് ഈ JF-17 തണ്ടർ. ഇതിന്റെ ഏറ്റവും പുതിയ വേരിയന്റായ ബ്ലോക്ക് 3യിൽ AESA റഡാർ പോലുള്ള ആധുനിക സവിശേഷതകളും PL-15 പോലുള്ള മിസൈലുകളും സംയോജിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ മെച്ചപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടും നിരവധി നിർണായകമായ വശങ്ങളിൽ ഇന്ത്യയുടെ സുഖോയ് 30 MK ഈ പാകിസ്ഥാന്റെ JF-17 മറികടക്കുന്നു. അതായത് ഒരു ലൈറ്റ് ഫൈറ്റർ എന്ന നിലയിൽ ഈ JF-17 പേലോഡ് ശേഷി വളരെയധികം കുറവാണ്. നമ്മുടെ സുഖോയ് 30 MKയേക്കാൾ വളരെയധികം കുറവാണ്. അത് ഇതിന്റെ പോരാട്ട വൈവിധ്യത്തെ പരിമിതപ്പെടുത്തുന്നു. ഈ JF-17 എന്ന് പറയുന്നത് സോവിയറ്റ് കാലഘട്ടത്തിലെ MiG-21ന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. അതായത് ഈ JF-17 ചൈന റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് വില കൂടിയ പാശ്ചാത്യ യുദ്ധവിമാനങ്ങൾക്ക് പകരം ഒരു ആധുനിക ബദലായിട്ടാണ് ഇതിപ്പോൾ വിൽക്കുന്നത്. ഈ പാകിസ്ഥാന്റെ രണ്ട് വിമാനങ്ങൾക്കും ഇല്ലാത്ത ത്രസ്റ്റ് വെക്ടറിംഗ് കഴിവ് ഇന്ത്യയുടെ സുഖോയ് 30 MKIക്കുണ്ട്. അതായത് പാകിസ്ഥാന് ഇന്ത്യയുമായി ഒരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ F-16 വിന്യസിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുമതി തേടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ തങ്ങളുടെ സുഖോയ് 30 MKയുടെ ശേഷി മെച്ചപ്പെടുത്തിക്കൊണ്ട് സജീവമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇതിൽ നടത്തുന്നത്. അതായത് നിലവിലുള്ള റഡാറിന് പകരം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം DRDOയുടെ വിരൂപാക്ഷ റഡാർ ഇതിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിന്റെ കണ്ടെത്തൽ പരിധി എന്ന് പറയുന്നത് 1.5 മുതൽ 1.7 മടങ്ങ് വരെയാണ് വർദ്ധിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയവും ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ അതീത ദൃശ്യ പരിധി എയർ ടു എയർ മിസൈലായ ഗാണ്ടീവ എന്നറിയപ്പെടുന്ന ആസ്ട്ര മാർക്ക് 3 പോലുള്ള ദീർഘദൂര ആയുധങ്ങളുടെ ഉപയോഗവും സുഖോയ് 30 MKIയെ വ്യത്യസ്തമാക്കുന്നു. ഹൈബാൻഡ് ജാമർ പോഡ്, ദ്രുതി റഡാർ വാർണിംഗ് സിസ്റ്റം, ഡ്രുവൽ കളർ മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റം എന്നിവയുൾപ്പെടെയുള്ള തദ്ദേശീയ സംവിധാനങ്ങളുടെ സംയോജനത്തോടെ ഇലക്ട്രോണിക് യുദ്ധശേഷികളും ഇന്ത്യ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളുടെ ശേഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ സുഖോയ് 30 MK മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.